İşin kolay kadar İşin kolay kadar നമ്മൾ മഹാരാജ സ്വാതി തിരുനാൾ റോഡിലേക്കാണ്. വലിയ ഫാക്ടറിയാണ്. ഇതിനുള്ളിലാണ് ലൊക്കേഷൻ ഉള്ളത്. മമ്മൂട്ടീൻ്റെ ഷോ പോകാം. മമ്മൂട്ടീൻ്റെ ലൊക്കേഷനിലെത്തി. മമ്മൂട്ടി കഴിയുമ്പോൾ സോ നമ്മളിപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി. മമ്മൂട്ടി ക്യാരവനുള്ളിലുണ്ട്. സോ മമ്മൂട്ടി നടത്തിക്കണം. സോ ഞാൻ മമ്മൂട്ടിൻ്റെ കാറ് 369 A45 AMG മമ്മൂട്ടിൻ്റെ കാറ്. അതിനൊരു മമ്മൂട്ടി ഉണ്ട്. ഏത് നിമിഷം വരും. ഷൂട്ടിങ്ങിൻ്റെ വണ്ടിയാണ് അതൊക്കെ. ക്യാമറ സെറ്റാക്കിന് ഒരു ലൊക്കേഷനാണിത്. ഇതിലാണ് ഇങ്ങനെ വണ്ടി കൊണ്ടുവരിക. അങ്ങനെ അങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും സിദ്ദിഖ് നിറഞ്ഞു നിൽക്കുന്നു. പണ്ഡിതനായും പാമരനായും പോലീസായും പ്രൗഢിയായും ഭ്രാന്തനായും ഡോക്ടറായുമെല്ലാം സിദ്ദിഖ് പരകായ സിദ്ധി വരുത്തുന്നു. ഈ അസാധാരണ മികവാണ് സാധാരണ നടന്മാരിൽ നിന്നും സിദ്ദിഖിന് മലയാള സിനിമയ്ക്ക് പ്രിയപ്പെട്ടവരാകുന്നത്. നടനെന്ന നിലയ്ക്ക് ഞാൻ ആലോചിക്കുന്നത് എപ്പോഴും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എന്താണ് അടുത്തതിൽ ചെയ്യാൻ സിദ്ദിഖിനില്ല. മൂല്യങ്ങളിൽ ദൃഢമായി കാലൂന്നിക്കൊണ്ട് മമ്മൂട്ടിയോട് പോലും ആശയപരമായ സംഘടനകൾ നടത്താൻ സിദ്ദിഖിന് മടിയില്ല. പോലീസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നുണ്ടോ എന്ന ഒരു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇല്ല, മാധ്യമങ്ങളാണ് ഇടപെടുന്നതെന്ന് ആർജവത്തോടെ മുഖം നോക്കാതെ പറയാനും സിദ്ദിഖിന് സാധിച്ചിട്ടുണ്ട്. എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് മുഴുവൻ മാധ്യമങ്ങളാണ്, മീഡിയയാണ് ഇടപെട്ടിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളൊരു വേദി ഇതാണെന്ന് തോന്നിയത് കൊണ്ട് പറയാം. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ മഹാമേരുക്കൾക്കൊപ്പം ആത്മബന്ധം പുലർത്തുന്നവർ വളരെ വിരളമാണ്. ആ ചുരുക്കക്കാരുടെ പട്ടികയിൽ ഒന്നാമനായി വരും സിദ്ദിഖ്. യുവതാരങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും ചെറിയ നടനോട് പോലും സഹൃദയത്തോടെയാണ് സിദ്ദിഖ് പെരുമാറുന്നത്. ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. യെസ് സർ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യാം. കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ഒരാൾ പോലും മാറി നിൽക്കുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരായിട്ട് വേദിയിൽ ക്ഷണിക്കാം. ഇറ മോട്ടോഴ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് സാറാണ് ബുക്ക് ഏറ്റുവാങ്ങുന്നത്. മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. മലയാള സിനിമയിൽ ഏറെ പ്രിയപ്പെട്ട സിദ്ദിഖയുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് അഭിനയം അറിയാതെ ഓട്ടോബയോഗ്രഫിയുടെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് സെറമണിയുടെ ഭാഗമായിക്കൊണ്ട് ഒത്തുചേരുന്നു. വലിയ സന്തോഷവും സ്നേഹവും എല്ലാവരുമായി പങ്കിടുകയാണ്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലേക്കായി ഈ പുസ്തകം എത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയ സന്തോഷം കൂടി അറിയിക്കുകയാണ്. ഇറ മോട്ടോഴ്സ് ചെയർമാൻ അദ്ദേഹത്തിലൂടെ ഈ ബുക്കുകൾ ഇനി എല്ലാവരിലേക്കും എത്തുകയാണ് വളരെ പെട്ടെന്ന് തന്നെ, അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്നുള്ള സന്തോഷം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരുപാട് മെമ്മറീസ് അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അഭിനയം അറിയാതെ ബൈ സിദ്ദിഖ് ഔപചാരികമായി ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏറെ സ്നേഹവും സന്തോഷവും പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ ഒരു മുഹൂർത്തത്തിൽ. ധന്യമായിട്ടുള്ള നിമിഷങ്ങളുടെ ഭാഗമാകുന്നു നമ്മളെല്ലാവരും തന്നെ. ഏറെ സന്തോഷം, ഏറെ അഭിമാനം. പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ്. ഒരു മനസ്സ് നിറഞ്ഞ ഉള്ള നിറഞ്ഞ കൈയടി കൊടുക്കാം നമുക്ക് കൊളക്കാടൻ കൺസ്ട്രക്ഷൻസിന് വേണ്ടി. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ സപ്പോർട്ട്. പേരെ കൊണ്ട് ഞാൻ സ്റ്റേജിൽ ക്ഷണിക്കുകയാണ്. ഒന്ന് എൻ്റെ മൂത്ത സഹോദരൻ മജിദ് ഇക്കാനെ ഞാൻ എൻ്റെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്കൊരു സഹോദരനും ഒരു സഹോദരിയാണുള്ളത്. ഇക്ക എന്നെക്കാൾ ഒരുപാട് വയസ്സിന് മൂത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇക്കയാണ് എനിക്ക് ഈ സിനിമയിലേക്കുള്ളൊരു ഒരു സ്പാർക്ക് ഇട്ട് തരുന്നത്. സിനിമ എന്നൊരു താല്പര്യം എനിക്ക് ജനിക്കുന്നത് ഇക്ക കാരണമാണ്. ഇക്ക മുമ്പ് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന സിനിമാ മാസികകളിലൂടെയാണ് ഞാൻ സിനിമ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നതും നടന്മാർ ആരൊക്കെയാണ്, ഇവർ ഏതൊക്കെ സിനിമകളാണ് എടുത്തിട്ടുള്ളത്, ഇതിൻ്റെ നിർമ്മാതാക്കൾ ആരൊക്കെയാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇക്ക പണ്ട് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന സിനിമാ മാസികകളിൽ നിന്നാണ്. ഇന്നും സിനിമാ സെറ്റുകളിൽ ഇരുന്നിട്ട് മമ്മൂക്കയൊക്കെ സിനിമയുടെ ചരിത്രത്തെപ്പറ്റി പറയുമ്പോൾ പലതും
എനിക്കും അതിൽ കൂടെ സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ അന്ന് ഈ മാസികകളിലൊക്കെ വായിച്ച് അതെൻ്റെ സിനിമാ താല്പര്യം കൂടി കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും അത്രയും സിനിമയുടെ ഒരു ചരിത്രത്തെ പറ്റിയൊക്കെ പറയാൻ സാധിക്കുന്നു, അറിയാൻ സാധിക്കുന്നു. അപ്പോൾ അതിനെനിക്ക് തുടക്കം കുറിച്ചത് ഇക്കയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇക്ക എന്നെക്കാൾ മുമ്പ് സിനിമയിൽ വരുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കാണ് ആദ്യം സിനിമയിലേക്ക് വരാനുള്ള ഒരു എൻട്രി കിട്ടിയത്. അതിനുശേഷമാണ് ഇക്കയും സിനിമയിൽ വന്ന നിരവധി കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചു. ഇന്നും സിനിമയിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. ഇനി ഒരാളെ കൂടി വേദിയിലേക്ക് വിളിക്കാനുള്ള എൻ്റെ മകനാണ്, എൻ്റെ മോൻ ഷഹീൻ. അവന് ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇക്ക സിനിമയ്ക്ക് നേരത്തെ വഴികാട്ടി മുൻഗാമിയായെങ്കിൽ എൻ്റെ മകൻ എൻ്റെ പിൻഗാമിയായി സിനിമയിലേക്ക് വന്ന ആളാണ്. ഞാൻ അഭിനയിക്കുന്നത് കണ്ടിട്ടോ എന്തോ സിനിമയോട് തന്നെ താല്പര്യം തോന്നി. സിനിമ തന്നെ മതി, സിനിമ തന്നെയാണ് എൻ്റെ മാർഗം എന്ന് പറഞ്ഞിട്ട് സിനിമയിലേക്ക് വന്ന ആളാണ് ഷഹീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് ഈ വേദിയിൽ വരേണ്ടതാണ്. പക്ഷെ അവൻ കുറച്ചാൾ മുമ്പ് ഞങ്ങളൊക്കെ വിട്ടിട്ട് പോയി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ഒരു ദിവസമായിരുന്നു അന്ന്. അതല്ലെങ്കിൽ ഇന്ന് ഈ വേദിയിൽ എൻ്റെ ആ മോനും ഉണ്ടാവേണ്ടതാണ്. അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയി. ഇനിയുള്ളത് എൻ്റെ ഭാര്യയും മോളുമാണ്. അവരിന്ന് വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ എവിടെയോ എൻ്റെ ബൈക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയിട്ടില്ല. എത്തിയിട്ട് അവിടെ സദസ്സിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളൊരു കുടുംബം. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ ഇക്കനെയും മോനെയും വേദിയിലേക്ക് ക്ഷണിക്കാൻ 2 വാക്ക് സംസാരിക്കാം. എൻ്റെ പേര് മജീദ്. ഞാൻ ഒന്നും കൂടെ ഓർപ്പിച്ച് പറയുന്നു മജീദ്. കാരണം എല്ലാവരും എന്നെ സിദ്ദിഖിൻ്റെ ഇക്ക എന്നാ പറയുന്നത്. എൻ്റെ പേര് പലർക്കും അറിയില്ല. പലരും ചോദിക്കാറുണ്ട് സിദ്ദിഖിൻ്റെ ഒക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പേര് മറന്നുപോയിട്ടാണ് പോയി. ഞാൻ പേര് ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സ് എനിക്കുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം സിദ്ദിഖ് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലത് നിന്നെ ഞാൻ അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് സാധിച്ചല്ലോ എന്നോർത്ത് ഞാൻ അഭിമാനിക്കുകയാണ്. അതെൻ്റെ ഒരു പ്രതികാരമാണ്. കാരണം ഞാൻ സിനിമയിൽ വരുന്നത് വരെ ഞാൻ അറിയപ്പെട്ടിരുന്നത് മജീദിൻ്റെ അനിയനല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നെ ഒരുപാട് കാലം ആളുകൾ വിളിച്ചിരുന്നത് മജീദിൻ്റെ അനിയനല്ലേ എന്നാണ്. അപ്പോൾ അതിനൊന്ന് ഞാൻ പകരം വീട്ടിയതായിട്ട് കണക്കാക്കിയാണ്. എൻ്റെ മകൻ ഷഹീൻ എന്താണ് സംസാരിക്കാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഈ വാപ്സിയുടെ ബുക്ക് ഞാൻ വായിച്ചതാണ്. ഇതിൽ ലാസ്റ്റ് ചാപ്റ്റേഴ്സിലൊന്ന് എൻ്റെ ബ്രദറിനെ കുറിച്ചാണ്, ഞങ്ങളുടെ സാഫിയെ കുറിച്ചാണ്. നിങ്ങൾ എത്ര പേര് ഇതൊരു ബുക്ക് വായിക്കുന്നൊരു ശീലമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ആ ഒരു ചാപ്റ്റർ വായിക്കണം. അത് വായിക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് എത്ര വലുതായിരുന്നു സാഫി എന്നുള്ളത്. അത് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. എല്ലാവർക്കും അറിയാം, നമുക്ക് ആദ്യം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ലൊക്കേഷനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് എപ്പോൾ വരും എന്ന് കരുതി കാത്തു നിൽക്കുന്ന സമയത്താണ് നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുട്ടത്തിലേക്ക് അടിച്ചിട്ട് നമുക്കൊരു മുട്ടത്തിലേക്ക് ആയിട്ടിങ്ങനെ കാറിൽ വന്ന് ഇറങ്ങി. അപ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ട് നിന്നത്. പക്ഷെ നമുക്ക് ഇറങ്ങിയവിടെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് എൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് സംവിധായകനോട് ചോദിച്ചു, ഇതാണോ ഈ സിദ്ദിഖ്? ചോദിച്ചപ്പോൾ തമ്പിക്കണം തന്നെ പറഞ്ഞു അതെ. അങ്ങനെ എന്നെ നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അന്ന് വാ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഇന്നേ വരെ പോന്ന് പറഞ്ഞിട്ടില്ല. ഇന്നും ഞാൻ മമ്മൂക്കയോടൊപ്പം ഉണ്ട്. എന്നും മമ്മൂക്ക എന്നെ കൂടെ കൂട്ടാറുണ്ട്. മമ്മൂക്ക വഴിയാണ് ഞാൻ സിനിമാ മേഖലയിൽ പലരെയും പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ മമ്മൂക്കായിട്ടുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ബന്ധം സിനിമാ മേഖലയിൽ തന്നെ എനിക്ക് ഒരുപാട് സഹായകരമായിട്ടുണ്ട്. മമ്മൂക്കായിട്ട് അത്ര അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ട് തന്നെയാണ് പല സംവിധായകരും ഞാൻ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് ഇറങ്ങി പോകാൻ പറയാതിരുന്നിട്ടുള്ളത്. അപ്പോൾ മമ്മൂക്ക എൻ്റെ സിനിമയിലെ വളർച്ചയിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. ആ തുടക്കകാലത്ത് തന്നെയാണ് ഞാൻ ഇബ്രാഹിം കുട്ടിയും പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇബ്രാഹിം കുട്ടിയും സെക്രട്ടറിയും ഞാനും ഒക്കെ മമ്മൂക്കയുടെ സഹോദരങ്ങളായിട്ട് തന്നെയാണ് എന്നും കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇബ്രാഹിം കുട്ടിയും ആ അർത്ഥത്തിൽ എൻ്റെ സഹോദരൻ തന്നെയാണ്. ഈ ചടങ്ങിന് വന്നതിന് ഒരുപാട് സന്തോഷം. ഇബ്രാഹിം കുട്ടിക്ക് പറയാനുള്ള കേൾക്കാം. താങ്ക് യു. ശ്രീക പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ കുടുംബപരമായ ഒരു കെമിസ്ട്രി ഉണ്ട്. ഞാൻ അഭിനയത്തിൻ്റെ കഥയൊന്നും പറയുന്നില്ല. എന്നാലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മൂപ്പരുടെ കൂടെ. സ്ത്രീ എന്ന് പറയുന്ന സീരിയലിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം അറിയാത്ത സിദ്ദിഖ 40 വർഷം കൊണ്ട് ഇത്രയും പ്രഗത്ഭമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിൽ അഭിനയം കുറച്ച് അറിയാമായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാലോചിക്കും. നല്ല വായനക്കാരന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. നന്നായി സംസാരിക്കുന്ന അയാൾക്ക് നന്നായിട്ട് എഴുതാനും കഴിയും. സിദ്ദിഖ നന്നായി സംസാരിക്കുന്ന ആളാണ്.
അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ജയൻ പറഞ്ഞതുപോലെ അദ്ദേഹം പെട്ടെന്ന് സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ചിട്ട് പറയുമെന്നാണ്. എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമാണ്. നമ്മൾ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഒരു പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ആ ഡയലോഗ് പറയാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ എമോഷൻസും എല്ലാം കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുവാനും മാത്രമല്ല ഗ്യാപ്പുകളൊക്കെ കൃത്യമായിട്ടിട്ട് ഡയലോഗ് പറയാനൊക്കെ സാധിക്കും. എല്ലാവരും അത് ഡയലോഗ് കാണാതെ പഠിക്കാൻ ഞാൻ എല്ലാവരോടും പറയാറുമുണ്ട്. അതൊരു നല്ല ശീലമാണ്. അത് ഞാനൊരു വലിയ കാര്യമായിട്ട് സ്വീകരിക്കുന്നുള്ളൂ. ഏതായാലും ഇത്രയും കാലം സിദ്ദീഖിൻ്റെ അഭിനയം നമ്മൾ കണ്ടു. ഞാൻ സിദ്ദീഖിൻ്റെ എഴുത്തും കൂടി നമുക്ക് ആസ്വദിക്കാം. നന്നായിട്ട് എഴുതാൻ കഴിയും. കാരണം നന്നായി സംസാരിക്കും. നല്ല പദസമ്പത്ത് മനസ്സിലുള്ള ആളാണ്. എല്ലാ ആശംസകളും ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.